ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടും സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ജൂനിയർ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. വളരെയധികം സന്തോഷം. കോഴ്സ് ചെയ്യുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ റെഗുലറായിട്ട് വരിക, സ്വിമ്മിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇന്ന് ചെയ്യുന്ന വർക്കൗട്ട് എഫക്റ്റ് ചെയ്യണ 24 hours നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനെല്ലാം ഈ വർക്കൗട്ട് ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. അതായത് നിങ്ങൾ 1 hour 1.5 hour വർക്കൗട്ട് ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ റെസ്റ്റിനെ ബാധിക്കും. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഫുൾ ഡേ റൊട്ടീനിങ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം ഇതിൻ്റെ വർക്കൗട്ടിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ കിട്ടുള്ളൂ. അതായത് പ്രോപ്പറായ സമയത്ത് ഉറങ്ങുക, എണീക്കുക, കറക്റ്റ് സമയത്ത് വീണ്ടും സ്വിമ്മിങ് പ്രാക്ടീസിന് ഇറങ്ങുക. ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഒരു സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും വേറൊരു സ്പോർട്സിൽ പോയിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ എല്ലായിടത്തും പോയിട്ട് വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക, പാഷനായിട്ട് എടുക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ നിങ്ങൾ ചെയ്തു. സ്കേറ്റിംഗ് ആയാലും ബാഡ്മിൻ്റൺ ആയാലും. അല്ലാണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മസിൽസ് രണ്ടും കോമ്പാക്റ്റാണ്, ഡിഫറെൻ്റ് ആണ്. സ്വിമ്മിങ്ങിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സും പവറും ഫ്ലെക്സിബിലിറ്റിയും എൻഡോറൻസും എല്ലാം വേണം. അപ്പോൾ ശരി, ബൈ.